നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ജനം കനത്ത പ്രഹരം നൽകിയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരിനും കസേര കച്ചവടത്തിനും യാതൊരുവിധ കുറവുമില്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാർട്ടിയിലെ സകല സംഘടനാ രീതികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വി ജോയിയെ വീണ്ടും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി നിയമിക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും തീരുമാനിച്ച സമയം മുതൽ തലസ്ഥാനത്തെ പാർട്ടിയിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. പാർട്ടി ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധം മുതിർന്ന സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രിയുമായ വി ശിവൻകുട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പൂർണ്ണമായും ബഹിഷ്കരിച്ച് മാറി നിന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് താൻ വരാത്തതെന്ന് ശിവൻകുട്ടി പുറമേക്ക് അവകാശപ്പെടുമ്പോഴും വി ജോയിയെ വീണ്ടും സെക്രട്ടറിയാക്കുന്നതിലുള്ള കടുത്ത അമർഷവും പ്രതിഷേധവുമാണ് ഈ ഒരു വിട്ടുനിൽക്കലിന് പിന്നിലെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃദ്ധങ്ങൾ പരസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. മന്ത്രിയായിരുന്ന കാലത്ത് പോലും തിരുവനന്തപുരത്തെ ഒരു പാർട്ടി യോഗവും മുടക്കാത്ത ശിവൻകുട്ടിയുടെ ഈ ഒരു ഒളിച്ചോടൽ പിണറായിയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. ഈ ഒരു തർക്കത്തിന്റെ പശ്ചാത്തലം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന MLA-മാർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയണമെന്നാണ് ഔദ്യോഗികമായ ഒരു സംഘടനാ രീതി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയാണ് വി ജോയി താൽക്കാലികമായി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയതും തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമായ A റഹീം എംപിക്ക് ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയതും. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വി ജോയിയെ തന്നെ വീണ്ടും സെക്രട്ടറിയാക്കി നിലനിർത്താൻ AKG സെന്ററിൽ പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും നേതൃത്വത്തിൽ നീക്കം നടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വി ജോയിയുടെ പേരിനെ പരസ്യമായി എതിർക്കുകയും വി ശിവൻകുട്ടിയെ ജില്ലാ സെക്രട്ടറിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ജില്ലയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കി വി ജോയി തന്നെ തുടരട്ടെ എന്ന് പിണറായിയും ഗോവിന്ദനും വാശി പിടിക്കുകയായിരുന്നു. പിണറായിയുടെ വിശ്വസ്തരായ ആനാവൂർ നാഗപ്പനും M വിജയകുമാറും ജോയിയെ അനുകൂലിച്ചതോടെയാണ് ശിവൻകുട്ടിയും കടകംപള്ളിയും പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയത്. ശിവൻകുട്ടിയുടെ ഈ ഇപ്പോഴത്തെ പ്രതിഷേധം കാണുമ്പോൾ നമുക്ക് ഒട്ടും സഹതാപം തോന്നേണ്ട കാര്യമില്ല. കാരണം ആരോഗ്യസ്ഥിതി വളരെ മോശമാണെങ്കിൽ പോലും അധികാര സ്ഥാനങ്ങൾ വിട്ടൊഴിയാൻ ഇദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുൻപ് മന്ത്രിയായിരുന്നപ്പോഴും അതിനു മുമ്പ് CITUവിന്റെ തലപ്പത്തിരുന്നപ്പോഴും ജനാധിപത്യപരമായ ചർച്ചകൾക്ക് പകരം കായികപരമായും ഗുണ്ടാ ശൈലിയിലുമാണ് ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പാർട്ടിയെ വളർത്തിയത്. നിയമസഭയ്ക്കുള്ളിൽ ഡെസ്കും കമ്പ്യൂട്ടറും തല്ലിപ്പൊളിച്ച കേസിൽ കോടതി വരെ കയറിയിറങ്ങിയ ചരിത്രമുള്ള നേതാവാണ് ഈ ശിവൻകുട്ടി. മുൻപ് പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ED റെയ്ഡ് നടന്നപ്പോൾ അവിടെ ഓടിയെത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഭീഷണി മുഴക്കാനും വീരവാദം വിളമ്പാനും ശിവൻകുട്ടി കാണിച്ച ആ പഴയ അഹങ്കാരവും ധാർഷ്ട്യവും ഇന്നും ഇയാളോടൊപ്പമുണ്ട്. ഒരു വിശ്രമ ജീവിതത്തിന് തയ്യാറാകാതെ തനിക്ക് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പദവി തന്നെ വേണമെന്ന വാശിയിലാണ് ശിവൻകുട്ടി. പിണറായിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത തനിക്ക് ഒടുവിൽ പാർട്ടി നൽകിയ പ്രതിഫലം വി ജോയിയുടെ കീഴിൽ ഒതുങ്ങിക്കൂടുക എന്നതാണെന്ന് മനസ്സിലായപ്പോഴാണ് ശിവൻകുട്ടിക്ക് ഇപ്പോൾ കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വി ജോയിയും വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനുമെല്ലാം ജനങ്ങളാൽ പൂർണ്ണമായും തള്ളിക്കളയപ്പെട്ട നേതാക്കളാണ്. തലസ്ഥാന ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സമ്പൂർണ്ണമായും തകർത്തതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇവർക്കാർക്കും ഒളിച്ചോടാനും കഴിയില്ല. UDFന്റെയും കോൺഗ്രസിന്റെയും വമ്പൻ ജനകീയ മുന്നേറ്റത്തിന് മുന്നിൽ അടിപതറി നിൽക്കുന്ന സമയത്താണ് തങ്ങൾക്ക് ഏത് കസേര കിട്ടുമെന്ന് നോക്കി ഇവർ പരസ്പരം മല്ലടിക്കുന്നത്. കമ്മിറ്റികൾ വെറും നോക്കുകുത്തികളാക്കി മാറ്റി പിണറായി വിജയൻ പറയുന്ന സ്ഥാനം വഹിക്കാൻ വി ജോയിയെ പോലെയുള്ള ജൂനിയർ നേതാക്കളെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്ന ഈ ഒരു ഏകാധിപത്യ ശൈലിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇനി കനത്ത തിരിച്ചടികളാണ് നേരിടേണ്ടി വരിക. ശിവൻകുട്ടിയുടെ ഈ വിട്ടുനിൽക്കൽ തലസ്ഥാന ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് പോരിന്റെ തുടക്കം മാത്രമാണ്. അണികൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ ഒരു പാർട്ടി ഇനി കൂപ്പുകുത്തുമ്പോൾ കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്ന ഈ നേതാക്കളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത വമ്പൻ ഷോക്കിന് പിന്നാലെ തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ കടുത്ത ഗ്രൂപ്പ് യുദ്ധങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. MLA-മാർ ജില്ലാ സെക്രട്ടറി ആകരുത് എന്ന പാർട്ടി നയം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വി ജോയിയെ വീണ്ടും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി നിലനിർത്താൻ പിണറായിയും ഗോവിന്ദനും തീരുമാനിച്ചത്. അതോടെ അതിൽ പ്രതിഷേധിച്ച് മുതിർന്ന നേതാവായ ശിവൻകുട്ടി അടക്കം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. വി ജോയിയുടെ കഴിവുകേടിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നിട്ടും സ്വന്തം അണികളുടെ വികാരം മാനിക്കാതെ ജോയിയെ ജില്ലാ സെക്രട്ടറിയാക്കി പിണറായിയുടെ ഏകാധിപത്യത്തിനെതിരെയുള്ള ശിവൻകുട്ടിയുടെ ഒഴിഞ്ഞുമാറൽ പാർട്ടിയുടെ ഇനിയുള്ള ഭാവിയെ വ്യക്തമാക്കുകയാണ്.